ഇന്ന് ഞങ്ങൾ തിരുവല്ലയിൽ നിന്നും പോവുകയാണ് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വാർത്തകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതാണ്. ഇതാ നോക്കൂ, എനിക്ക് ഈ മനോഹരമായ പൂവ്, ഈ പർപ്പിൾ പൂ വളരെ ഇഷ്ടമാണ്. കണ്ടില്ലേ ഈ പൂവ് പർപ്പിൾ? പക്ഷേ ഫോട്ടോയിൽ കാണുമ്പോൾ അതിൻ്റെ പർപ്പിൾ ആയിട്ട് കാണുന്നില്ല. ഫോട്ടോയിൽ കാണുമ്പോൾ ഇതാ ഗേറ്റിങ്കലുള്ള ഈ പൂവാണ്, പർപ്പിളാണ്. പക്ഷേ പർപ്പിൾ കളർ ഇത് കാണുന്നില്ല. അപ്പം മൂത്ത മകൻ വരും ഞങ്ങളെ കൊണ്ടുപോകാൻ. ഞങ്ങൾ അവിടെ പോയി കുറച്ച് ദിവസം താമസിച്ചിട്ട് ഞങ്ങൾ അങ്ങ് പാലക്കാടേക്ക് പോകും. അപ്പോൾ നിങ്ങളോട് എല്ലാ വിവരവും പറയുന്ന ഞാൻ അതും കൂടെ ഒന്ന് പറയണമല്ലോ. ഈ ആട്ടുകെട്ടിലിരുന്ന്, ഈ ആട്ടൂഞ്ഞാലിലിരുന്ന് ഇത്തിരി നിങ്ങളോട് സംസാരിക്കാം. അതായത് ഈ ആട്ടൂഞ്ഞാലിൽ ഇവിടെ ഇരുന്ന് ഇത്തിരി നിങ്ങളോട് ഞാൻ സംസാരിക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 7 ദിവസത്തോളമായി ഞങ്ങളിവിടെ വന്നിട്ട്. ഇനിയും തിരുവനന്തപുരത്തും ഒരു 7 ദിവസം അല്ലെ ഒരു 10 ദിവസം താമസിക്കും. 10 ദിവസം ഇല്ല, അങ്ങ് പാലക്കാട് എത്തണ്ടേ. അതുകൊണ്ട് 10 ദിവസമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ഇത്തിരി ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഊഞ്ഞാലിൽ ആടിയില്ല. അപ്പം നമ്മൾ മക്കളുടെ അടുത്ത് വന്ന് താമസിക്കുക എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. ടോബിച്ചെന്താ തിണ്ണയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ട്. ടോബിയുടെ ഫുട്ബോൾ കളിക്കാരനാണ്, വലിയ ഫുട്ബോൾ കളിക്കാരനാണ് ടോബി. അവൻ്റെ ബോളുകളാണ് കിടക്കുന്നത്. ഇന്നലെ പോയി ഒരു പുതിയ ബോൾ അവന് മേടിച്ചു, അതാണ് ആ മഞ്ഞ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ മക്കളുടെ അടുത്ത് വന്ന് താമസിക്കുക എന്നുള്ള വലിയ സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ, ഇനിയും കുറച്ച് ദിവസം മൂത്തവൻ്റെ അവിടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വാൽമീകത്തിലേക്ക് പോയി ഒതുങ്ങും. അപ്പോൾ ഇവിടുന്ന് പോകാൻ എനിക്ക് ഇഷ്ടമൊന്നുമില്ല, പക്ഷേ പോകണ്ടേ. കാരണം നമുക്ക് പാലക്കാട് നമ്മുടെ വീട് കിടക്കുകയല്ലേ, നമ്മുടെ തറവാട്. കുട്ടികൾക്കൊക്കെ വരണമെങ്കിലൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ അങ്ങ് അവിടെ വേണമല്ലോ നമ്മളല്ലേ, പേരൻസ് അവിടെ വേണമല്ലോ. എന്നല്ലേ അവർക്ക് മക്കൾക്ക് വന്ന് ഇടയ്ക്കിടയ്ക്ക് വരാനും ഒക്കെ പറ്റുക. മോളുടെ തറവാട് ഞാൻ മുകളിൽ കാണുന്നത് മോളുടെ തറവാടാണ്. അവിടെ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് പോകാൻ എനിക്ക് വിഷമമുണ്ട്. കാരണം ഇവിടെ പേരക്കുട്ടികൾ 2 പേര് ഉണ്ട്. അവർ നമ്മുടെ ടോബി, നമ്മുടെ മക്കൾ, ഇതൊക്കെ നമുക്ക് പോകുമ്പം വിഷമമല്ലേ. എന്നാലും അവിടെ ഉണ്ട്, അവിടെ പേരക്കുട്ടി മകനും പേരമകളും ഉണ്ട്. മാഷ് മുക്കുറ്റി പറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ദിവസവും മുക്കുറ്റി ചായ, ഞാൻ നിങ്ങളെ ഒരു മുക്കുറ്റി ചായ പരിചയപ്പെടുത്തിയിരുന്നല്ലോ. ഞാനിപ്പോൾ ദിവസവും ആ മുക്കുറ്റി ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. എനിക്ക് നല്ല ആശ്വാസമുണ്ട് അതുകൊണ്ട് കേട്ടോ. നിങ്ങൾ ഡയബറ്റിക് ഉള്ളവരൊക്കെ പ്ലീസ് ആ മുക്കുറ്റി ചായ കുടിക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ, ഈ പ്രദേശം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഗ്രാമീണ ശാലീനമായ ഒരു പ്രശാന്ത സുന്ദരമായ വളരെ ശാന്തമായ ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ വീഡിയോ പിടിക്കാനും ഒക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറ്റെങ്കിൽ ഇതൊക്കെ ഞാൻ പിള്ളേരറിയാതെ ചെയ്യുന്ന പരിപാടികളാണ്. അവർക്ക് ഇതൊക്കെ ഇങ്ങനെ പബ്ലിസിറ്റി ഒന്നും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് മടിക്കുന്നത്. അല്ലേ ഇവിടെ മാത്രം മതി എനിക്ക് ഒരുപാട് വീഡിയോ എടുക്കാൻ. അങ്ങനെ തിരുവല്ലയോടിന്ന് വിട പറയുകയാണ്. വീണ്ടും വരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി, ആരോഗ്യസ്ഥിതി അനുവദിച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാമല്ലോ നമ്മുടെ മക്കളുടെ വീട്ടിലല്ലേ. അതാണൊരു പ്രശ്നം ഇപ്പം, ആരോഗ്യം. അതുകൊണ്ട് മാഷ് അവിടെ നിന്ന് മുക്കുറ്റി പറിക്കുന്നുണ്ട്. അത് രാവിലെ ഞാൻ മുക്കുറ്റി ചായ കഴിച്ച് വെച്ചേ ബാക്കി എന്തോ ഉള്ളൂ.
വെന്തുള്ളൂ. പിന്നെ മാഷ് എന്തൊക്കെയോ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണം വേണം, അവിടെ വെച്ചാൽ മതി, വേണം. മുക്കുറ്റി പറിച്ചുകൊണ്ട് വന്ന് വേണ്ടേ വേണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ. അപ്പം നമുക്ക് വീണ്ടും വരാം, മക്കളുടെ അടുത്തേക്ക് വന്ന് നിൽക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും. ഞാൻ ഈ ഊഞ്ഞാലിരുന്ന് ആടുന്നതുകൊണ്ടാണ് എൻ്റെ കാല് നിങ്ങൾ കാണുന്നത് കേട്ടോ. കാല് മാറ്റട്ടെ. ഞാനിങ്ങനെ ആടുന്നതുകൊണ്ടാണ് എൻ്റെ കാല് കാണുന്നത് കേട്ടോ. ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ആടുകയല്ലേ, അതുകൊണ്ടാണ് കാല് കാണുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ കാല് മടക്കി വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാണ്, അതിനൊന്നും എനിക്ക് പറ്റുകയില്ലല്ലോ. അപ്പോൾ ഇതിലിങ്ങനെ ഇരുന്ന് ഊഞ്ഞാലിലാടി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും എൻ്റെ പരിമിതികളും കുറവുകളൊക്കെ അംഗീകരിച്ചും ക്ഷമിച്ചുമാണല്ലോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. ആ സ്നേഹമാണ് എനിക്ക് വലുത്. വീഡിയോ ഇടുന്നതും ഞാൻ ഈ ചാനൽ തുടർന്നുകൊണ്ട് പോകുന്നതൊക്കെ നിങ്ങൾക്കറിയാം. എൻ്റെ ഒരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാനും, നമ്മൾ പ്രായമായിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ മുതിർന്നാൽ നമുക്കത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിനെ നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മുറ്റത്ത് വന്നിരുന്ന് ഇത് ചെയ്യുന്നതുകൊണ്ട് പിള്ളേർ രാവിലെ ഓരോരോ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരിത് കാണുന്നില്ല, അവരിത് അറിയുന്നില്ല. എന്നാലും ഇത് ഒരു സന്തോഷം, ഒരു സമാധാനം, അത്ര തന്നെ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ തിരുവല്ലയിൽ നിന്ന് ബൈ പറയുന്നു. ഇനി എപ്പോഴേലും വരാൻ പറ്റിയാൽ അന്ന് വീണ്ടും നമുക്ക് ഇവിടെ വെച്ച് കണ്ടുമുട്ടാം. എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും, അതിന് പകരം എന്നെങ്കിലും ഇനിയും ഇവിടെ വച്ച് കണ്ടുമുട്ടാം കണ്ടുമുട്ടാം. നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. താങ്ക് യു സോ മച്ച്. ടോബിച്ചെന്താ കണ്ടോ, ടോബി സിറ്റ് ഔട്ടിൽ അങ്ങനെ വിലസുന്നിരുന്ന്. എടാ ടോബി ഉണ്ടോ. എനിക്ക് പക്ഷേ ഇപ്പോഴും അവനെ പേടി. എന്നാന്നറിയാം, അവൻ സ്നേഹം കൊണ്ട് ചാടി മേത്തേക്ക് കയറും, അപ്പം ഞാൻ മറിഞ്ഞു വീഴും അല്ലേ. അതുകൊണ്ട് എനിക്ക് പേടിയാണ് അവനെ. എന്നാലും അപ്പോൾ ഓക്കേ, ഇനി തിരുവനന്തപുരത്ത് വെച്ച് നമുക്ക് കാണാം. അവിടുത്തെ വാർത്തകളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ എടുക്കാം. കുട്ടികൾക്കാർക്കും ഇഷ്ടമല്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ, അതുകൊണ്ടാണ് കേട്ടോ, അല്ല വേറൊന്നുമല്ല. അവർക്കൊരു താല്പര്യക്കുറവ്. എനിക്ക് താല്പര്യമുള്ള പോലെ അവർക്ക് താല്പര്യക്കുറവ്. നമ്മൾ അവരുടെ താല്പര്യത്തെ മാനിക്കണമല്ലോ അല്ലേ. അപ്പോൾ ബായ്, നിങ്ങളുടെ സരസ്വതി ടീച്ചർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു.